ഗൈസ് അങ്ങനെ നമ്മൾ തുളുംദാഷ് കേവിലെത്തി കേട്ടോ. 1992 ഇവിടെ ഒരു റിംഗ് റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഈ കേവ് ഇവർ ഡിസ്കവർ ചെയ്യുന്നത്. കുഴിച്ച് നോക്കിയപ്പോഴത്തേക്കും കണ്ടുപിടിച്ചതാണ് ഈ തുളുംദാഷ് കേവ്. തുളുംദാഷ് വില്ലേജിലാണ് ഈ കേവ് ഉള്ളത്, അതുകൊണ്ടാണ് തുളുംദാഷ് കേവ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ടൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും തലയിൽ കൂടെ പൊട്ടി വീഴില്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ് അപ്പോഴേ ഇതൊരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിക്കും. അപ്പോൾ അവരായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടു നടക്കുക. ഒരുപാട് വർഷങ്ങളെടുത്ത് ഫോം ചെയ്ത നാച്ചുറൽ ലൈംസ്റ്റോൺ കേവാണിത്. 4000 വർഷത്തോളം പഴക്കം ഈ കേവിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വിദൂരത്തിലേക്ക് ഗുഹ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടോ ഗായ്സ്, താഴേക്ക് വന്നിട്ട് തറയിൽ തൊടാതെ നിൽക്കുന്നുണ്ടോ? തറയിൽ തൊട്ടിട്ടില്ല. ഈ ഭൂമിക്കടിയിൽ വലിയ ലൈംസ്റ്റോണിൻ്റെ ഡിപ്പോസിഷനുള്ള സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും മഴവെള്ളം ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ ലയിച്ച് മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ലൈംസ്റ്റോണിനെ അത് ഡിസോൾവ് ചെയ്യും. പല സ്ഥലങ്ങളിൽ പല ഇൻറ്റൻസിറ്റിയിലായിരിക്കും ഡിസോൾവ് ചെയ്യുന്നത്, പല പാറ്റേണിൽ. അങ്ങനെയാണ് ഒരു ഗുഹയായിട്ടിത് മാറുന്നത്. വെള്ളം ചുറ്റിലുമുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഈ കാർബോണിക് ആസിഡാണ് ലൈംസ്റ്റോണിനെ ഡിസോൾവ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇത് മുഴുവൻ ലൈംസ്റ്റോൺ ആണ് കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഈർപ്പമുണ്ട്, കയ്യിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഫുള്ള് ലൈംസ്റ്റോൺ ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ലൈംസ്റ്റോൺ കേവ്. ഇതുണ്ടോ വെള്ളം വീഴുന്നത്? കേവ്സിനോട് ചേർന്ന് പുറത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഈ പറയുന്ന മാതിരി സുവനീർ കാര്യങ്ങളൊക്കെ ഉണ്ട്. തുളുംദാഷ് എഴുതിയിട്ടുള്ള ടീഷർട്ട്, ബാഗ് അതൊക്കെ ഉണ്ട്. പോരാത്തതിന് തുർക്കിയിൽ കിട്ടാവുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചോക്ലേറ്റ്, മറ്റ് പല പല കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു കഫേയിലേക്കാണ്. ഫ്രണ്ട്സ്, ഈ അങ്കാറ എന്ന് പറയുന്നത് പരന്ന് കിടക്കുന്ന ഒരു വലിയ സിറ്റിയാണ് കേട്ടോ. ഒരുപാട് ഭൂപ്രദേശമുണ്ട്. പലയിടത്തും പല കൾച്ചറാണ്, പല രീതിയിലുള്ള റെസിഡൻഷ്യൽ ഏരിയകളാണ്, പല രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റ്സുകൾ, പല കളർ ടെക്സ്ചറുകൾ, പലതും പലതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറേ കോഫി ഷോപ്പുകളുള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ഗുവ എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട്, ഒരു കോഫി ഷോപ്പാണ്. നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, ടെസ്ല കാറ്. 10 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറാണ് കേട്ടോ ടെസ്ലയുടെ.
ഒരുപാട് ടെസ്ല കാർ ഇവിടെ ഉണ്ട്. പിന്നെ ആക്ച്വലി തുർക്കിയുടെ തന്നെ ഒരു കാർ ഇപ്പം തുർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടോഗ് എന്നാണ് കമ്പനിയുടെ പേര്. അതിൻ്റെ ഫസ്റ്റ് മോഡൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് മോഡൽ അവരിപ്പോൾ ഇറക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഇടയ്ക്കാണ് അത് ഇറക്കിയെങ്കിലും ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കാറ്. നമുക്ക് എന്തായാലും ഗുവ കഫേയിലേക്ക് കയറാം. കാഫേസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. വേവ് ചെയ്താൽ മതി, തുറക്കും. തുറക്കണില്ലേ? തുറന്നു.